പുനലൂർ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്ത കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും വിധിച്ചു. തെങ്കാശി സ്വദേശി ശങ്കറിനെയാണ് കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. മറ്റൊരു കൊലക്കേസിൽ തടവുകാരനായ പ്രതി ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയത്. 2023 ഏപ്രിൽ 18 രാത്രി 11 ശേഷമായിരുന്നു കൊലപാതകം. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. തെങ്കാശി സ്വദേശിയായ ശങ്കർ വർഷങ്ങളോളം പുനലൂരിൽ താമസിച്ചിരുന്നു. സംഭവത്തിന് 2 വർഷം മുൻപ് 2021 പൂയപ്പള്ളി സ്വദേശിനിയായ ശാന്തയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ശങ്കർ. വിചാരണ തടവുകാരനായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി കൊലപാതക ദിവസം ജാമ്യത്തിലിറങ്ങി പുനലൂരിൽ എത്തുകയായിരുന്നു. മുൻ പരിചയമുള്ള ഇന്ദിരയുടെ കുടിലിൽ രാത്രി എത്തിയ ശങ്കർ അവിടെയുണ്ടായിരുന്ന ബിജുകുമാറും ബാബുവുമായി ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. അതിനിടെ പ്രതി ഇന്ദിരയെ കടന്നുപിടിച്ചു. ചോദ്യം ചെയ്ത് ബിജുകുമാറിനെ മർദ്ദിച്ച് സ്ഥലത്ത് നിന്ന് ഓടിച്ചു. സ്ത്രീയുടെയും പുരുഷന്റെയും ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ചീഞ്ഞളിഞ്ഞ രീതിയിലുള്ള മൃതദേഹം കാണപ്പെടുകയും അതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതിൽ കൊല്ലപ്പെട്ടത് തോടുപുറമ്പോക്കിൽ താമസിച്ചിരുന്ന ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ കൂടെ താമസിച്ചിരുന്ന മൊഴിയൻ ബാബു എന്ന് പറയുന്ന ആളുമാണെന്ന് മനസ്സിലായി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കി. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് 2023 ഏപ്രിൽ മാസം 18 തീയതി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഒരു കൊലക്കേസിൽ ജയിൽ കഴിഞ്ഞിരുന്ന ശങ്കർ എന്ന് പറയുന്ന ആള് ജാമ്യത്തിലിറങ്ങി അന്നേ ദിവസം അയാളോടെ വന്ന് മുൻ പരിചയക്കാരിയായിരുന്ന ഇന്ദിരയുടെ വീട്ടിലെത്തുകയും അവിടെ നടന്ന തർക്കങ്ങളെ തുടർന്ന് അത് കൊലപാതകത്തിൽ കലാശിക്കുമായിരുന്നു. അങ്ങനെയാണ് മൃഗീയമായിട്ട് ഇന്ദിരയും ഈ മൊഴിയൻ ബാബുവും കൊല ചെയ്യപ്പെട്ടത്. അതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി ബഹുമാനപ്പെട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. തുടർന്ന് ഇന്നേ ദിവസം ബഹുമാനപ്പെട്ട കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ബഹുമാനപ്പെട്ട ജഡ്ജി വിനോദ് സാറ് ഈ കേസിലെ വിധി പറയുകയും പ്രതിക്ക് ഇരട്ട ജീവപര്യന്ത തടശിക്ഷ വിധിക്കുകയും ചെയ്തു. കൂടാതെ 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഈ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സിസിൻ ബി മുണ്ടക്കൽ സാറാണ് ഹാജരാക്കിയത്. ഇന്ദിരയെ കുടിലിൽ ഉണ്ടായിരുന്ന അമ്മിക്കല്ലുകൊണ്ട് 2 തവണ തലക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. തടസ്സം പിടിക്കുവാൻ ശ്രമിച്ച ബാബുവിനെ ഇന്റർലോക്ക് ടൈലിന് തലക്കടിച്ചു. ഇരുവരുടെയും മരണം ഉറപ്പാക്കിയ ശങ്കർ ശരീരം കുടിലിനുള്ളിലേക്ക് വലിച്ചിട്ട ശേഷം രക്ഷപ്പെടുകയായിരുന്നു. പുനലൂർ വെട്ടുപുഴ പാലത്തിന് അടിയിൽ കുടിലിൽ താമസിച്ചിരുന്ന 2 പേരെ ഈ കൊലപാതകം നടത്തിയ കേസിലെ പ്രതിയാണ് ശങ്കർ. ഇദ്ദേഹം മുൻപ് നടത്തിയ ഒരു കൊലപാതകത്തെ തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ദിവസം തന്നെയാണ് ഈ 2 കൊലപാതകം നടത്തിയത്. ഇരട്ട കൊലപാതകമായി. ഈ കേസിൽ പ്രതിയെ കോടതി ഇരട്ട ജീവപര്യന്തം 2 ജീവപര്യന്തം, അതായത് ഇന്ദിരയെ കൊന്നതിനും ബാബുവിനെ കൊന്നതിനുമാണ് ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 2 ജീവപര്യന്തങ്ങളും ഒരുമിച്ച് തന്നെ അനുഭവിച്ചാമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ നിർണായകമായത് ഈ സംഭവം കണ്ട ഒരു ദൃക്സാക്ഷിയും ഈ കുറ്റകൃത്യത്തിന് ശേഷം ഈ സംഭവം ഏറ്റുപറഞ്ഞൊരു ഈ പ്രതിയുടെ ഒരു കൂട്ടുകാരനുമാണ്. അവർ 2 പേരുടെ മൊഴിയാണ് കോടതിയിൽ നിർണായകമായത്. പ്രതിയെ കഴിഞ്ഞ ദിവസം കോടതി ഇരട്ട കൊലപാതകമായതുകൊണ്ട് മുൻപ് ഒരു സ്ത്രീയെ കൊലപാതകം ചെയ്ത ആളായതുകൊണ്ട് മാക്സിമം ശിക്ഷ കൊടുക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം നിരപരാധിയാണെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലാരും ഇല്ലെന്നും അദ്ദേഹം മാത്രമാണ് പ്രായവൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ളതെന്നുള്ള ഗ്രൗണ്ടിലാണ് കോടതി അന്ന് കോടതിയുടെ പ്രതിയാക്കി അപേക്ഷിച്ചത്. കോടതി ഇപ്പോൾ ജീവപര്യന്തമാണ് പൂർണ്ണമായിട്ട് വിധിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചു. പ്രതിക്ക് ഇരട്ട ജീവപര്യന്ത കഠിന തടവും 2 ലക്ഷം രൂപ വീതം പിഴയും കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് PN വിനോദാണ് വിധിച്ചത്. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്,
ഫോക്ക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ്, അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.